13 വയസ്സ് മുതൽ നമ്മുടെയൊക്കെ മകളുടെ പ്രായമേ ഒരു പെൺകുട്ടി ക്രൂരമായ പീഡനത്തിന്, ലൈംഗിക ചൂഷണത്തിന് ഇരയാവുകയാണ്. ലൈംഗിക ബന്ധം എന്താണ് എന്നതിനെക്കുറിച്ച് പോലും അറിയാത്ത പ്രായത്തിൽ ഒരു കുഞ്ഞിനെ തുടർച്ചയായി പീഡിപ്പിക്കുകയാണ്. 4 വർഷം 64 പേരാൽ ആ കുഞ്ഞ് പീഡിപ്പിക്കപ്പെടുകയാണ്. ഇതുപോലെ ഒരു കൊടിയ പീഡനത്തിന്റെ ഒരു പോക്സോ കേസിന്റെ വാർത്ത നമ്മൾ അധികം കേട്ടിട്ടുമില്ല. കേരളത്തെ പിടിച്ചുലച്ച സൂര്യനെല്ലി പെൺവാണിഭ കേസിനേക്കാൾ കൂടുതലാണ് പത്തനംതിട്ട പീഡന കേസിലെ പ്രതികളുടെ. ഇത് പുരുഷന്മാർക്കും കുടുംബങ്ങൾക്കും വേണ്ടിയുള്ള ഒരു നിലപാടും പോരാട്ടവുമാണ്. ഭീകരമായിട്ട് തെറ്റെടുത്ത് ഞാൻ വിശ്വസിക്കുന്നത് ജയിലിൽ പോകാന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നില്ല. അത് എന്താ പറയാ, പാവം പുള്ളി കാര്യം ജയിലിൽ പോകാന്ന് 14 ദിവസം റിമാൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അത്ര വലിയ കുറ്റം അദ്ദേഹം ചെയ്ത് കൂടി ബലമായി അങ്ങനെ അറ്റാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ സെക്ഷൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഭയങ്കര ഡീപ്പായിട്ടുള്ള കാര്യത്തിൽ ജയിലിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞു. തുണിയുടെ അളവിനെ കുറിച്ചിട്ടല്ല രാഹുൽ ഈശ്വർ ചർച്ച ചെയ്യേണ്ടത്. തുണി ഇത്തിരി മാറിക്കഴിഞ്ഞാൽ മാറുന്ന സമീപനങ്ങളെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യേണ്ടത്. എല്ലാവർക്കും നമസ്കാരം. ഒരു വാർത്താ വിശകലന വീഡിയോ ആണ്. വളരെയധികം ഫ്രജൈലായ ഒരു സംസ്കാരം, താഴെ വീണ് പൊട്ടിപ്പോവാതെ കഷ്ടപ്പെട്ട് താങ്ങി പിടിച്ചുകൊണ്ട് നടക്കേണ്ടി വരുന്ന ആളുകളാണ് മലയാളികളെന്ന് പുറമേ നിന്ന് നോക്കുന്ന ആളുകൾക്ക് തോന്നും. കാരണം അവർ അനുദിന ജീവിതത്തിൽ ഈ ഒരു സംസ്കാരം സംരക്ഷിക്കാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളൊരു ഭാവം അഭിനയിക്കുന്ന ആളുകളാണ്. ഒരു സ്ത്രീയുടെ വസ്ത്രധാരണം പോലും മുഴുവൻ സംസ്കാരത്തെ ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് രാഹുൽ ഈശ്വറിനെ പോലെയുള്ള സാമൂഹിക നിരീക്ഷകരൊക്കെ അവകാശപ്പെടുന്നത്. ലൈംഗിക അതിക്രമം നേരിട്ട ഒരു അനുഭവത്തിന്മേൽ പരാതി കൊടുത്ത ഒരാളുടെ വസ്ത്രത്തിന്റെ അളവ് എടുത്തുകൊണ്ടിരുന്ന സമയത്താണ്, ആ ഒരു ചർച്ച വളരെ പ്രാധാന്യത്തോടെ ഒരാൾ നടത്തിക്കൊണ്ടിരുന്ന സമയത്താണ് ഒരു വാർത്ത വരുന്നത്. 64ഓളം ആളുകൾ 5 വർഷമായിട്ട് ഒരു കുട്ടിയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈംഗിക അതിക്രമം 5 വർഷമായിട്ട് ആ ഒരു കുട്ടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 13 വയസ്സിൽ ആരംഭിച്ച ആ ഒരു അതിക്രമങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അവസാനം ആ ഒരു കുട്ടി കൗൺസിലിംഗ് വേളയിൽ ദുരനുഭവങ്ങൾ പങ്കുവെക്കുകയാണ്. 40-ലധികം ആളുകൾ നിലവിൽ അറസ്റ്റിലായി എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ കേൾക്കുന്നത്. വിദേശത്തുള്ള പ്രതികളെ കേരളത്തിലേക്ക് എത്തിക്കുന്നു. ആദ്യമായിട്ടല്ല ഈ ഒരു സംസ്കാരത്തിൽ കൂട്ടബലാത്സംഗങ്ങൾ ഉണ്ടാവുന്നത്. കവിയൂർ, വിതുര, സൂര്യനെല്ലി എന്നീ സ്ഥലനാമങ്ങളുടെ പേരിൽ ഒത്തിരിയധികം ബലാത്സംഗ കേസുകൾ വളരെയധികം കുപ്രസിദ്ധി ആർജിച്ചിട്ടുണ്ട്. ഈ കണക്കുകളിൽ ഏറ്റവും ഉയർന്ന പ്രതിപട്ടികയുള്ളൊരു കേസാണ് ഇപ്പോൾ കേരള മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പത്തനംതിട്ടയിലെ കേസ്. ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ നടക്കുന്ന സമയത്ത് സംസ്കാരം സംരക്ഷിക്കാൻ വേണ്ടി വർഷങ്ങളോളം പണിപ്പെട്ടിരിക്കുന്ന ആളുകൾ വീണ്ടും ചെന്നെത്തുക ഇവിടെ ഇരയാക്കപ്പെട്ട ആളുടെ വസ്ത്രത്തെക്കുറിച്ചിട്ടും അദ്ദേഹത്തിന്റെ ചില തീരുമാനങ്ങളെക്കുറിച്ചിട്ടും അദ്ദേഹം വളർന്നു വന്ന സാഹചര്യത്തിലെ ചില പ്രശ്നങ്ങളെക്കുറിച്ചിട്ടുമാണ്. ഇവിടെ എപ്പോഴും എന്തുകൊണ്ട് ഈ ഒരു അതിക്രമം നടത്തിയെന്ന് ഈ അക്രമികളോട് ചോദിക്കുന്ന പതിവൊന്നുമില്ല. എങ്ങനെ അക്രമികളെ ന്യായീകരിച്ച് സേഫാക്കി മാറ്റി നിർത്താം എന്നുള്ളൊരു ചിന്തയാണ് പല ആളുകൾക്കും. മറ്റ് സംസ്ഥാനങ്ങൾ മുഴുവൻ കേരളത്തിലേക്ക് ഉറ്റുനോക്കിയ വളരെ പ്രമാദമായിട്ടുള്ളൊരു കേസ് ഇവിടെ ഉണ്ട്. നടിയെ ആക്രമിച്ച കേസ് എന്നുള്ളതാണ് മാധ്യമങ്ങൾ അതിനെ വിശേഷിപ്പിക്കുന്നത്. അവിടെ പ്രതിയാക്കപ്പെട്ട ആൾക്ക്, പ്രതികളിൽ ഒരാൾക്ക് വേണ്ടി, വളരെ പ്രമുഖനായിട്ടുള്ള ആൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ ന്യായവാദങ്ങൾ, ചാനലുകളിൽ ന്യായവാദം നിരത്തുന്ന അതേ ആൾ തന്നെയാണ് പ്രമുഖ വ്യവസായിക്ക് വേണ്ടി ന്യായവാദങ്ങൾ നിരത്തുന്നത്. 64 ആളുകളാൽ പീഡിപ്പിക്കപ്പെട്ട ആ ഒരു ഇരയുടെയും സാഹചര്യങ്ങളെ കുറിച്ചിട്ട്, വ്യക്തിത്വത്തെ കുറിച്ചിട്ട് ഈ ദിവസങ്ങളിൽ ഇതേ ആൾ തന്നെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമോ എന്നുള്ളത് കണ്ടറിയണം. ഇവിടെ ഈ ഒരു 64 ആളുകൾ സാമ്പത്തികമായിട്ട് ഉന്നതിയിൽ നിൽക്കുന്ന പ്രമുഖരാണ് എന്ന് തോന്നുന്നില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സേവനം ഇവർക്ക് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയധികം മോശമായിട്ട് സ്ഥിരമായിട്ട് ഏത് കേസിനെയും ഒരേ രീതിയിൽ നിസ്സാരവൽക്കരിക്കുന്ന ഒരു സംസ്കാരമാണ് കേരളത്തിനുള്ളത്. ഒരു വ്യത്യാസവും ഇല്ല. ഇന്ത്യ മുഴുവൻ അങ്ങനെയാണെന്ന് പറയാമെന്നുണ്ടെങ്കിലും ഒരേ പാറ്റേണിലുള്ള ഇരയോടുള്ള സമീപനം കേരളത്തിൽ മാത്രമാണ് നമുക്ക് കാണാനായിട്ട് വരുന്നത്. വലിയ സംസ്കാരം വിളമ്പുന്ന, സംസ്കാരം സംരക്ഷിക്കാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകൾക്കിടയിൽ നിന്ന് ബലാത്സംഗ വാർത്തകൾ, ലൈംഗിക അതിക്രമ വാർത്തകൾ വരുന്ന സമയത്ത്, പ്രതിപട്ടിക ഓരോ വർഷവും കഴിയുന്ന സമയത്ത് പുതിയ കേസുകളിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. 64 എന്ന് പറയുന്നത് ഈ ബലാത്സംഗ കേരള ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പ്രതിപട്ടികയാണ്. അതേപോലെ തന്നെ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നതും ഒരേ പാറ്റേണിലാണ്. ആദ്യം ആൺ സുഹൃത്തിൽ നിന്നിട്ടാണ് അതിക്രമം നേരിട്ടത്. ആൺ സുഹൃത്ത് മറ്റുള്ള ആളുകൾക്ക് പങ്കുവച്ചു എന്നുള്ളതാണ് വാർത്ത. ആൺ സുഹൃത്ത് എന്ന് കേൾക്കുന്ന സമയത്ത് തന്നെ 13 വയസ്സുള്ള കുട്ടിക്ക് ആൺ സുഹൃത്ത്. അപ്പോൾ ആ ഒരു കുട്ടി അറിഞ്ഞുകൊണ്ട് വരുത്തി വെച്ച വിനയാണെന്ന് വാദിക്കാനായിട്ട് ചില ആളുകൾ വരും. എന്നാൽ 13 വയസ്സുള്ള കുട്ടിയെ ആ ഒരു രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്ത ആളെ കുറിച്ചിട്ടോ അതുപോലെ സ്ഥിരമായിട്ട് ആവർത്തിക്കപ്പെടുന്ന കേസുകളെ കുറിച്ചിട്ടോ ഇവിടെ ആരും സംസാരിക്കാറില്ല. പോക്സോ കേസുകൾ ധാരാളം രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്, പ്രതികൾ ശിക്ഷിക്കപ്പെടുന്ന ചില വാർത്തകൾ വരുന്നുണ്ട്. എന്നാലും ഇതൊന്നും കണ്ടുപിടിക്കാതെ ഓരോ കുട്ടിയിലും, അത് പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ
ലൈംഗിക അതിക്രമ സാധ്യത കണ്ടെത്തുന്ന ഒരു മെന്റാലിറ്റിയെ കുറിച്ചിട്ട് ആളുകൾ ചർച്ച ചെയ്യാറില്ല. 13 വയസ്സ് മുതൽ 18 വയസ്സ് വരെ ഈ ഒരു അതിക്രമങ്ങൾ നേടുന്ന സമയത്ത് ഇത് പുറത്ത് പറയാതിരുന്ന ആ ഒരു കുട്ടിയുടെ അവസ്ഥയെ കുറിച്ചിട്ട് ആരും ചർച്ച ചെയ്യുന്നില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല കുട്ടി എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു കുറ്റകരമായിട്ടുള്ള അനാസ്ഥ കുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ള രീതിയിലാണ് ആളുകൾ ചോദ്യം ചെയ്യുന്നത്. ബ്ലാക്ക് മെയിലിംഗ് ആണ്. 13 വയസ്സുള്ള ഒരു കുട്ടിയെ പ്രലോഭിപ്പിച്ച് ഒരു ബന്ധത്തിലേക്ക് ഒരാൾ കൊണ്ടുവരുന്നു. അദ്ദേഹം ആ ഒരു കുട്ടിയുടെ ചില സ്വകാര്യ ദൃശ്യങ്ങൾ എടുക്കുന്നു, അത് സുഹൃത്തുക്കൾക്ക് പങ്കുവെക്കുന്നു. ആ ഒരു സുഹൃത്തുക്കൾ വഴി ഈ ഒരു ദൃശ്യങ്ങൾ പുറത്തേക്ക് പോകുന്നു. ഈ ഒരു ദൃശ്യങ്ങൾ കിട്ടിയ പല ആളുകളും ഈ ഒരു ദൃശ്യങ്ങൾ കാട്ടി കുട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു. സംഘമായിട്ട് ഈ ഒരു കുട്ടിയെ ഉപദ്രവിക്കുന്നു. ഈ ഒരു 13 വയസ്സുള്ള കുട്ടിക്ക് ഈ സ്വകാര്യ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് അത് പുറത്തേക്ക് പോകുമ്പോഴുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് എങ്ങനെ മാനേജ് ചെയ്യണമെന്നുള്ളത് അറിയത്തുണ്ടാവില്ല. ഇവിടെ വളരെയധികം സീരിയസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അധികൃതരും അതേപോലെ തന്നെ നാട്ടുകാരും ഈ ആണുങ്ങൾക്കിടയിൽ, അതിനകത്തിപ്പം എന്നെ മാറ്റി നിർത്തുന്നൊന്നുമില്ല, ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ ആണുങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ആളുകളും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി, ആ ഒരു പെൺകുട്ടിയിൽ ഒരു ലൈംഗിക അതിക്രമ ചൂഷണ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുന്ന സമയത്ത് ഒരു പ്രദേശത്ത് തന്നെ എത്ര ആളുകളാണ് ആ ഒരു സാധ്യതയെ മുതലെടുക്കുന്നത്. പ്രതികൾ ഏറെയും സമീപ പ്രദേശങ്ങളിലുള്ള ആളുകളാണ്, സെയിം ജില്ലയിലുള്ള ആളുകളാണ്, തൊട്ടടുത്തുള്ള ജില്ലയിലുള്ള ആളുകളാണ്. അപ്പോൾ ഈ ഒരു ചെറിയ പ്രദേശത്ത് തന്നെ എത്ര ആളുകളാണ് ഒരാളിൽ ഒരു ചൂഷണത്തിനുള്ള സാധ്യത കണ്ടെത്തുന്നത്. അതിൽ പ്രതിസുത വരനുണ്ട്, അതേപോലെ തന്നെ വിവാഹം ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അങ്ങനെയുള്ള ഒരു വ്യക്തിയുണ്ട്, ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് ഉണ്ട്, അച്ഛൻ്റെ സുഹൃത്തുക്കളുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന സഹപാഠികളുണ്ട്, പഠിപ്പിച്ച അധ്യാപകരുണ്ട്. അങ്ങനെ ധാരാളം ആളുകൾ ഒരു കുട്ടിയിൽ ഒരു അതിക്രമ സാധ്യത കണ്ടെത്തുകയാണ്. ഇവരിൽ പല ആളുകൾക്കും ഇതുപോലെയുള്ള കുട്ടികൾ വീട്ടിലുണ്ടാവും. നിങ്ങളുടെ അമ്മയും പെങ്ങളും എന്നുള്ള ആ ഒരു തുടക്കത്തിൽ സദാചാരം വിളമ്പുന്ന ആളുകളെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരുടെ ആ ഒരു പറച്ചിൽ ഒരു ഹിഡൻ വോയിസ് ഉണ്ട്. അവരുടെ സ്വന്തം അമ്മയും പെങ്ങളും അല്ലാത്ത എല്ലാ സ്ത്രീകളും അവർക്കൊരു സാധ്യതയാണ്. അവരുടെ വസ്ത്രം ഇതിരുന്ന് മാറിക്കഴിഞ്ഞാൽ, അവരേതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അതെല്ലാം അവരൊരു സാധ്യതയായിട്ട് മുതലെടുക്കും. അത്തരത്തിൽ ഒരു സാധ്യത കണ്ടെത്തുന്ന ആളുകളുടെ പേടികളാണ്, സ്വന്തം വീട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്നുള്ള പേടികളാണ് ഈ സദാചാരമായിട്ട് വരുന്നത്. അല്ലാതെ ഈ സദാചാരം പറയുന്ന ആളുകളൊന്നും സമൂഹത്തിൽ നന്മ ആഗ്രഹിക്കുന്ന ആളുകളൊന്നുമല്ല. അവരുടെ മെന്റാലിറ്റി ഇങ്ങനെയാണ്, ബാക്കിയുള്ള ആളുകളുടെ മെന്റാലിറ്റി അങ്ങനെയാണ് എന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ സ്വന്തം കുടുംബത്തെക്കുറിച്ചിട്ട് ഓർക്കുമ്പോഴുള്ള പേടിയാണ്. എന്നാൽ ഈ ഒരു അതിക്രമം, ആ ഒരു സാധ്യത കണ്ടെത്തൽ നിർത്തുന്നതിനെ കുറിച്ചിട്ട് ചിന്തിക്കാനായിട്ട് ഇവരെ കിട്ടില്ല. അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാം സുഹൃത്തുക്കളും പീഡിപ്പിച്ചു. ഇവിടെ സ്വാഭാവികമായിട്ടും വരാൻ സാധ്യതയുള്ള കമന്റ് എന്തായിരിക്കും? ഇൻസ്റ്റഗ്രാം, സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം, ഫോണിന്റെ ദുരുപയോഗം, പെൺകുട്ടികളെ കാത്തിരിക്കുന്ന ഓൺലൈൻ കഴുകൻ കണ്ണുകൾ, ഇതായിരിക്കും ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള കമന്റുകൾ. എന്നാൽ ഈ ഒരു പെർട്ടിക്കുലർ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സമീപവാസികളൊക്കെ തന്നെയാണ്, നേരിട്ടറിയാവുന്ന ആളുകളൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ചൂഷണം നടത്തിയിട്ടുള്ളത്. ഇവിടെ എല്ലാം കോമൺ ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഫോണാണെങ്കിലും ഇൻസ്റ്റഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെന്നുണ്ടെങ്കിലും ഇതെല്ലാം മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. ഒരു വലിയ സമൂഹത്തിലെ പുരുഷന്മാരോട് ഏതൊരു മീഡിയം വെച്ചിട്ടാണെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത സമയത്ത് ആ ഒരു കുട്ടി അകപ്പെട്ടു പോയ പ്രശ്നങ്ങളാണ്. അപ്പോൾ 13 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇടപെടുന്ന ഇടങ്ങളിലെ പുരുഷന്മാരിൽ ഒരു വലിയ മജോറിറ്റി എങ്ങനെയാണ് ആ ഒരു കുട്ടിയെ നോക്കിക്കാണുന്നത് എന്നുള്ളതും ഈ ഒരു കേസ് വ്യക്തമാക്കുന്നുണ്ട്. സുരക്ഷിതമാണോ, സംസ്കാര സമ്പന്നമാണോ ചുറ്റുപാടുകൾ, വസ്ത്രത്തിൻ്റെ അളവിൻ്റെ പ്രശ്നമാണോ, മോഡേൺ വസ്ത്രധാരണത്തിൻ്റെ പ്രശ്നമാണോ, ഉദ്ഘാടനത്തിന് വന്ന സ്ത്രീ ഇടുന്ന വസ്ത്രത്തിൻ്റെ ചോയ്സ് ആണോ പ്രശ്നം? കാലങ്ങളായിട്ട് കൂട്ടബലാത്സംഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എപ്പോഴാണ് ഈ സോഷ്യൽ മീഡിയയിലെ ഉദ്ഘാടന വീഡിയോകൾ ഇവർ കാണാൻ തുടങ്ങിയത്? കാലങ്ങളായിട്ട് അതിക്രമങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഒരു ഇൻഫ്ലുവൻസും അല്ല, ഇത് പൊതുവായിട്ടുള്ളൊരു പൊതുബോധത്തിൻ്റെ കപട സദാചാരത്തിൻ്റെ ബൈ പ്രൊഡക്റ്റാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ത്യയിലെ ഏറ്റവും നീറുന്ന പ്രശ്നം എന്താണ്? ഒരു വലിയ കൂട്ടം ആളുകൾക്ക് ഈ ഡിവോഴ്സുമായി ബന്ധപ്പെട്ട സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള ചില നിയമങ്ങളൊക്കെയാണ്. അലിമണി കൊടുക്കേണ്ടി വരുന്നു, ഗാർഹിക പീഡന വ്യാജ പരാതികൾ ഉണ്ടാകുന്നു, അതൊക്കെയാണ് വലിയ പ്രശ്നങ്ങൾ. പക്ഷേ ഈ ഒരു കടുത്ത സ്ത്രീപക്ഷ നിയമങ്ങൾ ഉണ്ടായിട്ടും ഇന്ത്യയിൽ സ്ത്രീകളെ നോക്കിക്കാണുന്ന ഒരു രീതി, ഒരു കൊച്ചുകുട്ടി, ഒരു പെൺകുഞ്ഞാണോ എന്നുണ്ടെങ്കിൽ അതിനെ നോക്കിക്കാണുന്ന ഒരു രീതി ഈ ഒരു കേസിൽ നിന്ന് വ്യക്തമാണ്. അതിനെ ഒരു സെക്ഷൽ ഒബ്ജക്റ്റായിട്ട് മാത്രമാണ് ഈ ആളുകൾ ഒക്കെയും കണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ചെറിയ പ്രദേശത്തെ, ഒരു ചെറിയ സംസ്ഥാനത്തെ, ഒരു ചെറിയ പ്രദേശത്തെ 64ഓളം ആളുകൾ, അതിൽ ആൺ സുഹൃത്ത് ആദ്യം ആ ഒരു കുട്ടിയെ പീഡിപ്പിക്കുന്നു, മറ്റു സുഹൃത്തുക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു എന്ന് പറയുമ്പോൾ അവനെ സംബന്ധിച്ച് ഈ ഒരു വ്യക്തിയുടെ ഇമോഷൻസോ
അല്ലെങ്കിൽ അതൊരു വ്യക്തിയാണെന്നോ അതിൻ്റെ വേദനയോ അതിൻ്റെ ട്രോമയൊന്നും ഇല്ല. കൂട്ടുകാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പങ്കുവെക്കപ്പെടേണ്ട എന്തോ ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് അവൻ അതിനെ കൺസിഡർ ചെയ്യുന്നത്. ഈ കുട്ടിയോട് അതിക്രമം കാണിച്ച ഈ വന്ന ഇവരുടെ സുഹൃത്തുക്കളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കരുണയുണ്ടോ? ഇല്ല. അവർ മറ്റുള്ള ആളുകൾക്കിടയിലേക്ക് ഈ ഒരു കുട്ടിയെ ഷെയർ ചെയ്തു, ഈ ദൃശ്യങ്ങൾ പങ്കുവച്ചു. വരുന്ന ആൾക്കാരും കാണുന്ന ആൾക്കാരും എല്ലാം ആ ഒരു കുട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് ഉപദ്രവിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, സ്വന്തം വീടിനടുത്തുള്ള കുന്നിലേക്ക് കൊണ്ടുപോയി ഒരു കുട്ടിയെ ബലാത്സംഗം ചെയ്യുന്ന സമയത്ത് ആ ഒരു അതിക്രമത്തിന് കാവൽ നിൽക്കുകയാണ് ഈ കൂടെ വന്നവരിൽ ചില ആളുകൾ, മറ്റാളുകൾ വരാതെ. ജനറൽ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ആ ഒരു കുട്ടിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു വലിയ കൂട്ടം ആളുകളുടെ മെൻറ്റാലിറ്റി ഇതാണ്. ഇവിടെയാണ് തുണിയുടെ അളവിനെ കുറിച്ചിട്ടുള്ള ചർച്ച. തുണിയുടെ അളവിനെ കുറിച്ചിട്ടല്ല ചർച്ച ചെയ്യേണ്ടത്. തുണി ഇത്തിരി മാറിക്കഴിഞ്ഞാൽ മാറുന്ന സമീപനങ്ങളെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യേണ്ടത്. ആ ഒരു സമീപനങ്ങൾ തുണി മാറിയത് കൊണ്ടാണ് ഉണ്ടായത് എന്ന് ചിന്തിക്കുന്ന, അങ്ങനെ ന്യായീകരിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. നിങ്ങളുടെ കുട്ടികളാണ് എന്നുണ്ടെങ്കിലും, നിങ്ങൾക്ക് പരിചയമുള്ള വേണ്ടപ്പെട്ടവരാണ് എന്നുണ്ടെങ്കിലും, പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അവരിലൊരു സാധ്യത കണ്ടെത്താൻ വേണ്ടി നടക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകൾക്കിടയിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു സമീപനത്തിനെ, ആ ഒരു ലൈംഗിക അതിക്രമ സമീപനം ന്യായീകരിക്കുന്ന വർത്തമാനങ്ങൾ പറയാതിരിക്കുക. എനിക്കിത്ര പറയാനുള്ളൂ. നന്ദി.